ഹലോ മക്കളെ, എല്ലാവർക്കും പുതിയ ഒരു സബ്ജക്റ്റിലേക്ക് സ്വാഗതം. നമ്മൾ CMA ഇന്ററിൻ്റെ പേപ്പർ നമ്പർ 5 ആയ ബിസിനസ് ലോസ് ആൻഡ് എത്തിക്സ് ഇന്ന് നമ്മൾ തുടങ്ങുകയാണ്. എൻ്റെ പേര് റോബിൻ എന്നാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ആദ്യമേ നമ്മൾ തുടങ്ങാൻ പോകുന്നത് എന്താണ് ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നമുക്കൊരു ഇൻട്രോ പറയാം. അതായത് ഈ സബ്ജക്റ്റിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, ഓരോ ചാപ്റ്റേഴ്സിനും എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്, അതായത് ഇമ്പോർട്ടൻസ് വെയിറ്റേജ് എന്ന് പറയുന്നത് ICMA ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണോ നൽകിയിരിക്കുന്നത് അത് തന്നെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഒരു വ്യത്യാസമില്ല. അതായത് നിങ്ങൾ മെറ്റീരിയൽ പഠിക്കുന്നത് ഈസ് ഈക്വൽ ടു ആണ് നമ്മളുടെ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ വളരെ മനോഹരമായിട്ട് തന്നെ എന്താണ്, ഒരു രീതിയിലുള്ള കൺഫ്യൂഷനും ഇല്ലാതെ നമുക്ക് ഈ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. അപ്പോൾ എപ്പോഴും ഈ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ നിങ്ങളും ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ മക്കളെ? ഓക്കെ, നമുക്ക് ആദ്യമേ സബ്ജക്റ്റിലേക്ക് പോകാം. സബ്ജക്റ്റിൻ്റെ പേര് നോക്കിക്കേ. സബ്ജക്റ്റിൻ്റെ പേര് പേപ്പർ നമ്പർ 5 ആണ്. അതായത് ആദ്യത്തെ പേപ്പർ തന്നെയാണ് ഇന്ററിൽ നിങ്ങൾക്ക് ബിസിനസ് ലോസ് ആൻഡ് എത്തിക്സ്. അപ്പോൾ നിങ്ങൾ CMA ക്യാറ്റ് അല്ലെങ്കിൽ നിങ്ങൾ CMA ഫൗണ്ടേഷനിലൂടെയാണ് വരുന്നതെങ്കിൽ ഈ ഒരു പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇപ്പോൾ നിങ്ങൾക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആണ്, ഡയറക്റ്റ് എൻട്രി ആണ്, ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. എല്ലാവർക്കും ഒരേപോലെ ഉപകാരമാകുന്ന രീതിയിലാണ് അല്ലെങ്കിൽ ഈസി ആയിട്ട് മനസ്സിലാക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ മെറ്റീരിയലൊക്കെ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പേര് കേട്ട് ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. എന്താണ്, ബിസിനസ് ലോസും പഠിക്കുന്നുണ്ട്, എത്തിക്സും പഠിക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ കേട്ടിരിക്കുന്ന സംഭവം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ സബ്ജക്റ്റിൻ്റെ ഒരു ഓവർവ്യൂ ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, നമുക്ക് എത്ര സെക്ഷൻസ് ഉണ്ട്. ഈ പൈ ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും 4 സെക്ഷൻസ് ഉണ്ട്. അത് ഇവിടെ നിന്നാണ് മക്കളെ തുടങ്ങുന്നത്. ആദ്യത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമേഴ്ഷ്യൽ ലോസ് ആണ്. കമേഴ്ഷ്യൽ എന്ന് പറയുമ്പോൾ കോമേഴ്സ് ലോസ് ആണ്. എത്ര പെർസെൻറ്റേജ് ഉണ്ട്? 100 മാർക്കിൽ 30% ഉണ്ട്. രണ്ടാമത്തതോ ഇൻഡസ്ട്രിയൽ ലോസ് ആണ്. എത്ര ശതമാനമുണ്ട്? 15% ഉണ്ട്. അതായത് 100ൽ 15 മാർക്സ് എന്ന രീതിയിൽ. കമ്പനി ലോ ആണെങ്കിലോ 40% ഉണ്ട്. എത്തിക്സിൽ 15% മാർക്സ് ഉണ്ട്. അപ്പോൾ ഈ 4 ഹെഡിങ്സ് അണ്ടറിലാണ്. ഇനി നമ്മൾ ഓരോ ഹെഡിങ്സിൻ്റെ ചാപ്റ്റർ നോക്കുവാണെങ്കിൽ സെക്ഷൻ E എന്ന് പറയുന്നത് കമേഴ്ഷ്യൽ ലോസ് ആണ്. എത്ര മാർക്ക് മക്കൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്? 30 മാർക്കിൻ്റെ എന്താണ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക്. ഈ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഈ ഒരു സെക്ഷൻ നമുക്ക് വരുന്നത് ചാപ്റ്റേഴ്സ് അല്ലാട്ടോ, സോറി. ഓക്കെ, എത്ര ചാപ്റ്റേഴ്സ് ആണ് നോക്കിക്കേ? 6 ചാപ്റ്റേഴ്സ് ഉണ്ട് അല്ലേ. ഒന്നാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീഗൽ സിസ്റ്റമിൻ്റെ ഇൻട്രൊഡക്ഷൻ ആണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്തൊക്കെ ലോസ് ഉണ്ട്, ഇങ്ങനെ ഇന്ത്യയിൽ എങ്ങനെയാണ് നിയമം വന്നത്, എന്തൊക്കെ നിയമമാണ് നമ്മൾ പഠിക്കുന്നത്, അങ്ങനെ ഒരു ഇൻട്രോ. അതായത് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് പഠിക്കുന്നു, ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ചും എന്താണ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനുശേഷം രണ്ടാമത്തത്, ഇത് നമ്മൾ ഫൗണ്ടേഷനൊക്കെ ക്ലിയർ ചെയ്തവർക്കറിയാം, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. ഇവിടെ നോക്കി ഈ മുകളിൽ കൊടുത്തിരിക്കുന്നതാണ് വെയിറ്റേജ് എന്ന് പറയുന്നത്. അതായത് 30 മാർക്കിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് അപ്പോൾ ഇതിനാ ഈ ഒരു ചാപ്റ്ററിനാണ് മക്കളെ. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിൽ ഓഫ് ഗൂഡ്സ് ആക്ട് ആണ്. സെയിൽ ഓഫ് ഗൂഡ്സ് ആക്ട് 1930. ഇത് നമ്മൾ ഫൗണ്ടേഷൻ ലെവലിൽ കേട്ടിട്ടുണ്ട്. കേൾക്കാതെ ടെൻഷൻ അടിക്കുന്നത് വേണ്ട കേട്ടോ. 5 മാർക്കിൻ്റെ ആണ്. നെക്സ്റ്റ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് 1881. അതും 5 മാർക്കിൻ്റെ. അപ്പോൾ എത്ര മാർക്കാണ് നോക്കിക്കേ? 25 മാർക്ക് ആൾറെഡി കംപ്ലീറ്റ് ചെയ്തു. ഇനി ബാക്കിയുള്ളത് ഏതാ? ഇനി ബാക്കിയുള്ളത് ഇതാണ്, ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്റ്റും അതേപോലെ തന്നെ LLPയും. രണ്ടും കൂടെ കൂടിയിട്ട് 5 എന്നാണ്. ആക്ച്വലി 2.5 2.5 എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ നമ്മളൊരു കാൽക്കുലേഷൻ പോയിന്റ് ഓഫ് വ്യൂ 5 നമ്മൾ 2 ഡിവൈഡ് ചെയ്യുന്നത്. 1/2 മാർക്കിൻ്റെ ക്വസ്റ്റൻസ് നമുക്ക് വരില്ല, കറക്റ്റ് അല്ലേ? 1/2 മാർക്കിൻ്റെ ക്വസ്റ്റൻസ് നമുക്ക് വരില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് സെക്ഷൻ A ക്ലിയർ അല്ലേ? ഇനി സെക്ഷൻ B നോക്കുകയാണെങ്കിൽ സെക്ഷൻ Bയും ഇൻഡസ്ട്രിയൽ ലോ ആണ്. ഇത് CMAയുടെ ക്യാറ്റ് എക്സാം എഴുതിയവർക്കറിയാം. ഇനി ഡയറക്റ്റ് എൻട്രി ആണെങ്കിൽ ഡിഗ്രിയിൽ ചിലവർ പഠിച്ചിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ഇനി നോക്കിക്കുക എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് നമുക്ക്? 5 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ 5 ചാപ്റ്റർ, ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ഫാക്ടറീസ് ആക്ട് 1948 ഉണ്ട്. സെക്കൻഡ് ചാപ്റ്റർ പേയ്മെൻറ്റ് ഓഫ് ഗ്രാജുവേറ്റ് എന്നൊരു ചാപ്റ്റർ ഉണ്ട്. അതേപോലെ തന്നെ എംപ്ലോയീസിൻ്റെ പ്രൊവിഡൻറ്റ് ഫണ്ടും കുറച്ച് മിസ്സലേനിയസ് ആക്റ്റും ഉണ്ട്. നാലാമത്തത് എംപ്ലോയീസിൻ്റെ സ്റ്റേറ്റ്, അതായത് നമ്മൾ ഷോർട്ട് ഫോമിൽ നമ്മൾ ESI എന്നൊക്കെ പറയും, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതിനുശേഷം ഉണ്ട് ഇവിടെ എല്ലാം ആക്ട് എന്ന് എഴുതി, ഇവിടെ നമ്മൾ കോഡ് എന്ന് എഴുതി. എന്തുകൊണ്ട് അങ്ങനെയൊക്കെ നമുക്ക് മുന്നോട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. 2019 ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ 4 ചാപ്റ്റർ കൂടുമ്പോൾ എത്ര മാർക്കാണ്? 5%. 5% എത്രയാണ്? എത്ര മാർക്ക് ടോട്ടലി ഇവിടെ? ടോട്ടലി 15 മാർക്കാണ് അല്ലേ. 15 മാർക്സ് ആണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ നമുക്കുള്ളത്. അപ്പോൾ 5 മാർക്ക് ഇതിൻ്റെ അകത്ത് ചോദിക്കുന്നുണ്ട്. 10 മാർക്ക് നോക്കിക്കുക ഒരൊറ്റ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നു. പക്ഷേ ഇവിടെ 2-3 എക്സ്ട്രാ ചാപ്റ്റേഴ്സ് ഉണ്ട്. അതായത് കുറച്ച് ചാപ്റ്റേഴ്സിൻ്റെ എന്താണ് കോഡിഫിക്കേഷനാണ് ഈ ഒരു ചാപ്റ്റർ. അതായത് പേയ്മെൻറ്റ് ഓഫ് വേജസ് എന്നൊരു ആക്ട് ഉണ്ട്. അതേപോലെ തന്നെ മിനിമം വേജസ് ആക്ട് ഉണ്ട്. പേര് കാര്യം ടെൻഷൻ അടിക്കുന്നത് വേണ്ട കേട്ടോ, നമുക്കെല്ലാം ഡിസ്കസ് ചെയ്യാവേ. ഞാനൊരു ഇൻട്രോ മാത്രം പറയുന്നതാണ്. അതിനുശേഷം നോക്കിക്കേ, സെക്ഷൻ C എന്ന് പറയുന്നത് ചാപ്റ്റർ ആയിട്ടില്ല. ഇത് നമുക്ക് നിങ്ങൾക്ക് എല്ലാവരും സയൻസ് ബാക്ക്ഗ്രൗണ്ട് അല്ലാത്ത എല്ലാവരും ഫൗണ്ടേഷൻ ലെവൽ ക്ലിയർ ചെയ്ത് ഉറപ്പായിട്ട് കേട്ടിരിക്കുന്ന ഒരു സംഭവമാണ് കോർപ്പറേറ്റ് ലോ, അല്ലെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ കമ്പനി ലോ 2013 എന്ന് പറയുന്നത്.
ഓർമ്മ വരുന്ന മക്കളെ പ്രൈവറ്റ് കമ്പനി പബ്ലിക് കമ്പനി എന്നൊക്കെ പറഞ്ഞത് സെയിം കോൺസെപ്റ്റ് ആണ്. നോക്കിക്കേ, ഒരൊറ്റ ചാപ്റ്ററിൽ നിന്ന് 40%. സാർ ഇത് ഒറ്റ ചാപ്റ്റർ ആണെങ്കിലും കുറച്ച് വലിയ ചാപ്റ്റർ ശരിയാണ്, പക്ഷെ ചാപ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ ഒരു ചാപ്റ്റർ അല്ലേ ഉള്ളൂ. ക്ലിയർ അല്ലേ? 4ാമത്തതാണ് ഇത് ഒരു ചാപ്റ്റർ, ചെറിയൊരു ചാപ്റ്ററാണ്. 15 മാർക്കാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ 4 ചാപ്റ്റേഴ്സിന് ഭയങ്കര വെയിറ്റേജ് ഉണ്ട്. ഏതൊക്കെയാണ് നോക്കിക്കേ. ഒന്ന് ഇന്ത്യൻ കോൺട്രാക്ട്, എത്ര മാർക്കാ? 10 മാർക്ക്. രണ്ടാമത്തതോ കോഡ് ഓൺ വേജസ്, അതും എത്ര മാർക്കാ? 10 മാർക്കാണ്. കറക്റ്റ് അല്ലേ? പിന്നീട് കമ്പനി ലോ ഉണ്ട്, അത് എത്ര മാർക്കാ? 40 മാർക്ക്. പിന്നെ എത്തിക്സ് ഉണ്ട്, അത് എത്ര മാർക്കാ? 15 മാർക്ക്. ഒരുമിച്ച് നോക്കുകയാണെങ്കിൽ നോക്കിക്കേ, 60ഉം 75 മാർക്ക് നമുക്ക് എത്ര ചാപ്റ്ററിൽ നിന്ന് കിട്ടും? വെറും 4 ചാപ്റ്ററിൽ നിന്ന് കിട്ടും. അപ്പോൾ സാർ ഈ ചാപ്റ്റേഴ്സ് എല്ലാം പഠിച്ചാൽ പോരെ? നമ്മൾ പഠിക്കുമ്പോൾ ഈ ചാപ്റ്റേഴ്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതായത് ഈ പറഞ്ഞ ചാപ്റ്റേഴ്സ് എല്ലാം തന്നെ നമ്മൾ 100% നമ്മൾ പഠിക്കണം. അതായത് ഈ ചാപ്റ്റേഴ്സ് പഠിക്കാതെ ഒരിക്കലും നമുക്ക് എന്താണ് മുന്നോട്ട് പോകാൻ പറ്റില്ല. മക്കളെ ക്ലിയർ ആണോ? ഇൻട്രോ നമ്മൾ പഠിച്ചു, എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ എത്ര സെക്ഷൻസ് ഉണ്ട്, ഏതൊക്കെ ചാപ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉണ്ട്, മക്കൾ എത്രയും ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിനി അടുത്ത സെക്ഷനിൽ ചാപ്റ്റർ 1 തൊട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നു.